السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم، ومن يعص الله ورسوله فقد ضل ضلالا مبينا. اللهم لولا أنت ما اهتدينا ولا تصدقنا ولا صلينا. وأنزلا سكينة علينا والمشركون قد دعوا علينا. ഏറ്റവും ബഹുമാന്യനായ അധ്യക്ഷൻ, മറ്റു ബഹുമാന്യരായ കാരണവന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് പ്രത്യേകം ഏവരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നതിന് മുമ്പ് ആമുഖമെന്നോണം ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഉച്ചയ്ക്ക് ശേഷമുള്ള സെക്ഷൻ ആയതുകൊണ്ട് കഴിച്ച ഭക്ഷണം ഹെവിയാണ് എന്നുള്ളത് കൊണ്ടും ഉറക്കം വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടൊരു ശ്രദ്ധ വിഷയത്തിൽ ആദ്യാവസാനമുണ്ടാകണേ എന്ന് ആമുഖമെന്നോണം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഇസ്ലാഹി പ്രസ്ഥാനത്തെ പരിചയപ്പെടാൻ തുടങ്ങിയ കാലഘട്ടം മുതലേ നിരവധി വേദികളിലും പേജുകളിലും സ്റ്റേജുകളിലും കേൾക്കാറുള്ള ഒരു വിഷയമാണ് സുന്നത്തും ബിദ്അത്തും എന്നുള്ളത്. കാലഘട്ടങ്ങൾ എത്ര പഴകിയാലും ഒരിക്കലും മാറ്റിവെക്കാൻ കഴിയാത്ത ആദർശത്തിന്റെ വിഷയമായതുകൊണ്ട് അതിനനുസരിച്ച് ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്തുവാനും ക്രമീകരിക്കുവാനും
നമ്മൾ തയ്യാറാകണമെന്നാണ് ആമുഖമെന്നോണം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്താണ് ഈ സുന്നത്ത് എന്ന് പറഞ്ഞാൽ? കാലങ്ങളായി നമ്മൾ കേൾക്കുന്നതാണ് സുന്നത്ത് ബിദ്അത്ത് എന്നുള്ളത്. എന്താണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ഗ്രന്ഥമാണ് സ്വഹീഹ് ബുഖാരി. അതിന്റെ വ്യാഖ്യാന ഗ്രന്ഥമായ ഫത്ഹുൽ ബാരിയുടെ ആമുഖത്തിൽ ഇബ്നു ഹജർ തങ്ങൾ രേഖപ്പെടുത്തി വെക്കുകയാണ്, മാ ജാഅ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അഖ്വാലിഹി വ അഫ്ആലിഹി വ തഖ്രീരിഹി വമാ ഹമ്മ ബിഫഅലിഹി എന്ന്. മാ ജാഅ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് കടന്നു വന്ന വിഷയങ്ങൾ. എന്തിനാൽ? മിൻ അഖ്വാലിഹി, പ്രവാചകന്റെ വാക്കുകളാലും, അതുപോലെ തന്നെ വഅഫ്ആലിഹി, പ്രവാചകന്റെ പ്രവർത്തനങ്ങളാലും, വ തഖ്രീരിഹി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗനാനുവാദത്താലും, വമാ ഹമ്മ ബിഫഅലിഹി, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. ഇതിനാണ് സുന്നത്ത് എന്ന് പറയാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകള്, പ്രവൃത്തികള്, മൗന അനുവാദങ്ങള്, പ്രവാചകൻ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ, ഈ കാര്യങ്ങൾക്കാണ് സുന്നത്ത് എന്ന് പറയാം. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വാക്കുകളാൽ നമ്മളോട് ചെയ്യാൻ വേണ്ടി നിർദ്ദേശം നൽകിയ, കൽപ്പന നൽകിയ കാര്യങ്ങളാണ് വാക്കുകളാൽ. അതുപോലെ തന്നെ പ്രവർത്തനങ്ങളാൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തു കാണിച്ചു തന്ന, ഇപ്പൊ നമസ്കാരം അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തു കാണിച്ചു. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിക്കുന്നത് നിങ്ങൾ എപ്രകാരം കണ്ടുവോ അതുപോലെയാണ് നിങ്ങൾ നമസ്കരിക്കേണ്ടത് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ വ തഖ്രീരിഹി, പ്രവാചകന്റെ മൗനാനുവാദങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെച്ചുകൊണ്ട് അവിടുത്തെ സ്വഹാബത്തുൽ കിറാം എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കാത്ത, ചെയ്യരുത് എന്ന് പറയാത്ത കാര്യങ്ങൾക്കാണ് മൗനാനുവാദം എന്ന് പറയുക. ഉദാഹരണത്തിന് ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിൽ തന്നെ ഉടുമ്പിന്റെ മാംസം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വ്യക്തിപരമായി ഇഷ്ടമല്ല. അപ്പൊ നമ്മളിൽ തന്നെ ചില ആളുകൾക്ക്, ചിലർക്ക് മട്ടൻ പറ്റും, ചിലർക്ക് ബീഫ് പറ്റൂല, അങ്ങനെ പലരും പലത് ഇഷ്ടപ്പെടാത്തവരാൻ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉടുമ്പിന്റെ മാംസം ഇഷ്ടമല്ല. പക്ഷേ പ്രവാചകന്റെ മുന്നിൽ വെച്ച് അവിടുത്തെ സ്വഹാബത്ത് ഉടുമ്പിന്റെ മാംസം കഴിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയിട്ടില്ല. അതിനർത്ഥം അത് വിലക്കപ്പെടേണ്ട ഭക്ഷണമല്ല. അതുപോലെ തന്നെ പ്രവാചകൻ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നമുക്ക് ഉദാഹരണം കാണാം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലമ്മാ ഖദിമ ഇലൽ മദീന, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് കടന്നു വന്നപ്പോ ഫറഅൽ യഹൂദ തസൂമു ഫിൽ അശൂറാ, അവിടെ ഉണ്ടായിരുന്ന യഹൂദികളായ ആളുകളുണ്ടല്ലോ, അവരിതാ മുഹറം 10 നോമ്പ് നോൽക്കുന്നതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുകയാണ്. അതിനുള്ള കാരണം എന്താണെന്ന് അവരോട് ചോദിക്കുമ്പോ അവര് പറയുന്നു, നജ്ജല്ലാഹു ബനൂ ഇസ്രായീല മിൻ അദുവ്വിഹിം ഫസ്വാമഹു മൂസാ, അല്ലാഹു തആല ബനൂ ഇസ്രായേലിനെ അവരുടെ ശത്രുവിൽ നിന്ന് രക്ഷപ്പെടുത്തിയതായ ദിവസമാണ്. അതായത് ഫിർഔനിനെ അല്ലാഹു മുക്കിക്കൊന്നതായ ദിവസമാണ്. അന്ന് മൂസ അലൈഹിസ്സലാം നോമ്പ് നോറ്റിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ നോമ്പ് നോൽക്കുന്നതെന്ന് പറഞ്ഞപ്പോ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്ന മറുപടി, അന അഹഖു ബി മൂസാ മിൻകും, നിങ്ങളിൽ മൂസയോട് ഏറ്റവും അടുത്തവനാര്? നിങ്ങളെക്കാളും ഞാനാണ്. അതുകൊണ്ട് പ്രവാചകൻ മുഹറം 10 നോമ്പ് നോറ്റു. ഇനി നോക്ക്, പ്രവാചകൻ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങളുടെ റസൂലുള്ള പറഞ്ഞൊരു വാക്കാണ്, ലഇൻ ബഖീതു ഇലാ ഖാബിലിൽ ലഅസൂമന്ന താസിഅ, വരും കൊല്ലം ഞാൻ ഇനി അവശേഷിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? മുഹറം 9 നോമ്പ് കൂടെ ഞാൻ നോൽക്കും. റസൂലുള്ള ചെയ്യാൻ ആഗ്രഹിച്ചു, പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിനുള്ള ആയുസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്യാൻ കരുതിയതാണ്. അത് നമുക്ക് മതത്തിൽ സുന്നത്തായി വരുന്നതാണ്. ഈ കാര്യങ്ങൾക്കാണ് സുന്നത്തുകൾ എന്ന് പറയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വരുന്ന സുന്നത്തുകൾക്കനുസരിച്ച് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തൽ നമ്മുടെ ബാധ്യതയാണ്.
കാരണം ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു കാര്യം നമ്മളോട് കൽപ്പിച്ചുവോ അതനുസരിക്കേണ്ട നമ്മുടെ ബാധ്യതയാണ്. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജനങ്ങളോട് പറയാൻ അല്ലാഹു തആല പറയാ, നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റേണ്ടതുണ്ട്. യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഠിപ്പിക്കാൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാതങ്ങളെ പിൻപറ്റാൻ എത്രത്തോളം അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞ പോലെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെ ഇരുന്നോ അവിടെ ഇരുന്ന് മാതൃക കാണിക്കാൻ മാത്രം മാന്യമായൊരു ദേഹം. അതേപോലെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തുകളെ പിൻപറ്റാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. എന്നാൽ അതിന് വിപരീതമായി മതത്തിൽ കടന്നു വരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയില്ലാതെ മതത്തിൽ പുതുതായി കടന്നു വരുന്ന കാര്യങ്ങൾക്കാണ് ബിദ്അത്ത് അഥവാ പുത്തനാചാരങ്ങൾ എന്ന് പറയാം. നിങ്ങൾ നോക്ക്, പരിശുദ്ധ ഖുർആനിൽ ബിദ്അത്ത് എന്ന് പറയുന്ന പദം വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചെടുത്ത് നമുക്ക് കാണാം. അള്ളാഹുവിനെ കുറിച്ച് പറയുന്നിടത്ത് പറയുന്നു, ബദീഉസ് സമാവാതി വൽ അർള്, മുൻമാതൃകയില്ലാതെ ആകാശഭൂമികളെ പുതുതായി സൃഷ്ടിച്ചവനാ. മുൻമാതൃകയില്ലാതെ പുതുതായി ഉണ്ടാക്കാം, അത് അള്ളാഹുവിനുള്ള പ്രത്യേകത. ആകാശഭൂമികളെ അവൻ ഒരു മാതൃകയുമില്ലാതെ പുതുതായി നിർമ്മിച്ചവനാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ബ്രഹ്മചര്യം, വിവാഹം കഴിക്കാതെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക എന്നുള്ളത് അവർ പുതുതായി തുടങ്ങിയതാണ്. അപ്പോ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പുത്തനാചാരം, മുൻ മാതൃകയില്ലാതെ വിശുദ്ധ ഖുർആനിന്റെയോ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ മാതൃകയില്ലാതെ പുതുതായി മതത്തിൽ കൊണ്ടുവരുന്ന കാര്യങ്ങൾക്കാണ് ബിദ്അത്ത് എന്ന് പറയാം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ബിദ്അത്തുകളെ അങ്ങേയറ്റം ഗൗരവത്തോടുകൂടെയാ കാണുന്നത്. കാരണം എന്താണ്? അള്ളാഹുവിന്റെ പ്രവാചകനിലൂടെ ഇസ്ലാമിനെ പൂർത്തീകരിക്കപ്പെട്ട മതമാണ്. വിശുദ്ധ ഖുർആനില് 5-ാമത്തെയും സൂറത്ത് മാഇദയുടെ 3-ാമത്തെ വചനം നോക്ക് പ്രിയമുള്ളവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുൽഹജ്ജ് 9 അസർ നമസ്കാര ശേഷം ഇതാ അവിടുന്ന് ഒട്ടകപ്പുറത്തിരിക്കുമ്പോ വിശുദ്ധ ഖുർആനിന്റെ ആയത്തങ്ങ് അവതീർണമാവുകയാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അൽയൗമ, ഇന്നേ ദിവസം ഇതാ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ മതത്തെ ഇതാ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു കൊണ്ട് തന്നിരിക്കുകയാണ്. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് പരിപൂർണമാക്കി തരികയും ചെയ്തു. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ഇസ്ലാമിനെ മതമായി കൊണ്ട് നിങ്ങൾക്ക് തെറ്റിപ്പെട്ടു നൽകി എന്ന് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. ഈ ആയത്തോടുകൂടെ ഇസ്ലാമിനെ പൂർത്തീകരിക്കപ്പെട്ടില്ലേ? ഈ ആയത്തങ്ങ് അവതീർണമായ സന്ദർഭങ്ങളിലോട് മുഴുവൻ സഹാബാക്കളും സന്തോഷിച്ചു പോവുകയാ. എല്ലാവർക്കും അത്യധികം ആഹ്ലാദം നിറയുകയാണ്. ഇസ്ലാമിനെ പൂർത്തീകരിക്കപ്പെട്ടുവല്ലോ. എന്നാൽ ഇതാ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള പ്രഗൽഭരായ ചില സ്വഹാബത്ത് മാത്രം സങ്കടത്തിലാണ്. എന്താണ് അവർ കരയാറുള്ള കാരണമെന്നോ സ്വഹാബാക്കൾ അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഇസ്ലാമിനെ പൂർത്തീകരിക്കപ്പെട്ടതിൽ നമുക്ക് സന്തോഷിക്കാം, പക്ഷേ ഇസ്ലാം പൂർത്തീകരിക്കപ്പെട്ടു എന്ന് ആയത്തിറങ്ങിയാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇനി അധികകാലം നമ്മളിൽ ജീവിച്ചിരിപ്പില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി അധികകാലം നമ്മളിൽ ജീവിക്കില്ല. എന്താ നോക്ക്, നമുക്കറിയാം ദുൽഹജ്ജിലാണ് ഈ ആയത്തിറങ്ങുന്നതെങ്കിൽ സഫർ, അവിടുന്ന് മുഹറം, സഫർ, റബീഉൽ അവ്വലോട് കൂടെ അതിന്റെ ആദ്യ ആഴ്ചയിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട, ഖുർആനിൽ ഈ ആയത്തോടുകൂടെ ഇസ്ലാമിനെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി ഒരു കാര്യവും ആ മതത്തിലേക്ക് പുതുതായി കൊണ്ടുവരാൻ നമുക്കാർക്കും അധികാരമില്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള കാര്യം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
നമുക്ക് വേണ്ടി പഠിപ്പിച്ചു തരാൻ. അവിടുന്ന് പറഞ്ഞില്ലേ, മാമിൻ ശൈഇൻ യുഖർരിബുകും മിനൽ ജന്നാ ഇല്ലാ ഖദ് ഹദ്ദസ്തുകും ബിഹി. നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കാനുള്ള ഏതേത് കാര്യമുണ്ടോ അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടല്ലാതെ ഞാൻ വിട്ടേച്ചു പോയിട്ടില്ല. വമാമിൻ ശൈഇൻ യബൂദുകും മിനന്നാർ, നിങ്ങളെ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഏതേത് കാര്യങ്ങളുണ്ടോ ഇല്ലാ ഖദ് ഹദ്ദസ്തുകും ബിഹി, അതും ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടല്ലാതെ ഇല്ല. സ്വർഗത്തിലേക്ക് അടുപ്പിക്കാനുള്ള മുഴുവൻ കാര്യങ്ങളും നരകത്തിൽ നിന്ന് അകറ്റി നിർത്താനുള്ള മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മുഴുവൻ കാര്യവും റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പണ്ഡിതന്മാര് പറഞ്ഞത്, ഇനി ആരെങ്കിലും ഒരു ആചാരം ചെയ്താൽ അവൻ വാദിക്കുന്നത് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഞ്ചകൻ എന്നാണ്. ബിദ്അത്ത് ചെയ്യുന്നതിന്റെ ഗൗരവം നോക്ക് നിങ്ങൾ. അൽ ഇഅ്തിസാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അതിന്റെ 1ാം വോള്യത്തിൽ 49ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെക്കുക, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ യറാഹാ ഹസനാ ഫഖദ് സഇമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാന റിസാല. മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ, ആരെങ്കിലും മതത്തിൽ പുതുതായ ഒരു ആധാരത്തെ ചെയ്യുകയാണെങ്കിൽ യറാഹാ ഹസനാ, അതിനെ അവൻ നല്ലതായി കാണുക കൂടെ ചെയ്തു പോയാ ഫഖദ് സഇമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാന റിസാല, അവൻ വാദിക്കുന്നത് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ദൗത്യത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ്. ആരെങ്കിലും മതത്തിൽ പുതുതായി ഒരു ആചാരം ചെയ്താൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദൗത്യത്തിൽ വഞ്ചന കാണിച്ചു എന്നവൻ വാദിച്ചിരിക്കുന്നു. ഇത് പറയാനുള്ള കാരണം എന്താ നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കാനുള്ള മുഴുവൻ കാര്യവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പൊ ഒരു ബിദ്അത്ത് ചെയ്യുന്ന ഒരാൾ വിചാരിക്കുന്ന എന്താ? ബിദ്അത്ത് ചെയ്യുന്ന ഒരാൾ ഒരു പുത്തൻ ആചാരം ചെയ്യുമ്പോൾ ഇതിനെനിക്ക് പുണ്യം കിട്ടുമെന്നാണ്. പക്ഷെ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരാൾ ഒരു പുത്തൻ ആചാരം ചെയ്യുമ്പോൾ ഈ പുണ്യമുള്ള കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരാതെ നമ്മളോട് വഞ്ചന കാണിച്ചു എന്നൊരാശയം അവിടെ വരികയാണ് അല്ലേ. അതുകൊണ്ടാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, അവൻ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഞ്ചകൻ എന്ന് വാദിച്ചവരാണെന്താൻ. അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക. പുതുതായിട്ടൊന്നും നമുക്ക് മതത്തിൽ ചെയ്യാനുള്ള അധികാരമില്ല, ഒന്നുമില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് സ്വഹാബാക്കള് പറഞ്ഞില്ലേ, പ്രവാചകന്റെ വാക്കുകളിലൂടെ കാണാൻ നമുക്ക് കുല്ലു ബിദ്അത്തിൻ വലാല, പുതുതായി മതത്തിലേക്ക് കടന്നു വരുന്ന ഏതേത് കാര്യമുണ്ടോ അത് മുഴുവനും നിങ്ങൾക്ക് വഴിപിഴച്ചത് തന്നെയാ. വകുല്ലു വലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴിപിഴച്ചതും നരകത്തിലാണെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ബിദ്അത്തുകളെല്ലാം നിങ്ങൾക്ക് വഴിപിഴച്ചതാണെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോ നല്ലതല്ലേ എന്ന് കരുതി ചെയ്യാൻ പറ്റുമോ? വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ബിദ്അത്ത് ചെയ്യുന്ന ആളുകളുടെ പ്രത്യേകത എന്താ? ഒരു പുത്തനാചാരം ചെയ്യുന്ന ആളുടെ പ്രത്യേകത അതൊരു പുണ്യകർമ്മമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പ്രവാചകനോട് പറഞ്ഞില്ലോ, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അമാല. അല്ലാഹുവിന്റെ പ്രവാചകരെ അങ്ങ് ജനങ്ങളോട് പറഞ്ഞു കൊടുക്ക്, നുനബ്ബിഉകും ബിൽ അഖ്സരീന അമാല, സകലമായ കർമ്മങ്ങളിലും നഷ്ടം സംഭവിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ എന്ന് പ്രവാചകരെ അവരോട് താങ്കൾ പറയണമെന്നാ. ആരാണ് നഷ്ടം സംഭവിക്കുന്ന ആളുകളെന്നറിയോ? അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയാ, അവരുടെ പ്രവർത്തനങ്ങളുണ്ടല്ലോ ഭൗതിക ലോകത്ത് പിഴച്ചു പോയതായ ആളുകളാണ്. അവരുടെ പരിശ്രമങ്ങൾ മുഴുവനും വഴിപഴച്ചു പോയതാണ്. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അവർ കരുതുന്നത് എന്താ? അവര് ചെയ്യുന്ന കാര്യങ്ങള് നല്ലതല്ലേ എന്ന് കരുതി ചെയ്യുന്ന ആളുകളാണ്.
അവർ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതല്ലേ എന്ന് കരുതിയിട്ട ചെയ്യുക. ഒരുപക്ഷെ ഒരു കള്ള് കുടിക്കുന്നവനുണ്ടാകുന്ന മാനസാന്തരം പോലും ബിദ്അത്തുകാരനുണ്ടാവില്ല. എന്തുകൊണ്ടാണ്? കള്ള് കുടിക്കുന്നവനറിയാം മദ്യപാനം തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് അവൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കറയുണ്ടാവും. എന്നാൽ ബിദ്അത്ത് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും വീണ്ടും നല്ലതല്ലേ എന്ന് കരുതിയിട്ട് അതിന് പുണ്യം കിട്ടുമല്ലോ എന്ന ചിന്തയോട് കൂടെയാ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ നല്ലതല്ലേ എന്ന് കരുതി ചെയ്യുന്ന വിശുദ്ധ ഖുർആൻ പറയും, അല്ലദീന ളല്ല സഅയുഹും, അവരുടെ ആ പരിശ്രമങ്ങൾ മുഴുവനും പാഴായി പോയി. അല്ലെ, കഠിനമായി പരിശ്രമിക്കുന്നവരാൻ, പക്ഷെ ആ പരിശ്രമങ്ങൾ മുഴുവനും അവർക്ക് പാഴായി പോകും. അതുകൊണ്ട് ബിദ്അത്തുകളെല്ലാം നല്ലതല്ലേ എന്ന് കരുതിയിട്ട് ചെയ്യുന്നതാണെങ്കിൽ പോലും ഒന്നും മതത്തിൽ കൊണ്ടുവരാൻ പറ്റൂല. അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, കുല്ലു ബിദ്അത്തിൻ ലലാലാ വ ഇൻ റആഹന്നാസു ഹസനാ. പുതുതായി മതത്തിലേക്ക് കടന്നു വരുന്ന ഏതേത് കാര്യമുണ്ടോ അത് മുഴുവനും വഴിപിഴച്ചത് തന്നെയാണ്. ജനങ്ങൾ അവരെ എത്ര തന്നെ നന്നായി കണ്ടാലും ശരി, അവരെത്ര തന്നെ നല്ലതല്ലേ എന്ന് കരുതി ചെയ്താലും ശരി, മതത്തിലേക്ക് പുതുതായി കടന്നു വരുന്ന കാര്യങ്ങൾ അത് മുഴുവനും വഴിപിഴച്ചത് തന്നെയാ. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എത്ര നല്ലതല്ലേ എന്ന് കരുതിയാലും അത് മുഴുവനും വഴിപിഴച്ച് തന്നെയാണ്. അതുകൊണ്ട് നല്ലതല്ലേ എന്ന് കരുതിയിട്ട് മതത്തിൽ വെക്കാൻ നമുക്ക് അധികാരമില്ല. നോക്ക് നിങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന മതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന വിഷയമാണ്. അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലില്ലാത്ത സന്ദർഭത്തിൽ 3 ആളുകൾ പ്രവാചകന്റെ വീട്ടിലേക്ക് കടന്നു വരാം. അവർ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ചോദിച്ചറിയാൻ. എന്നിട്ട് അവർ ഓരോരുത്തരും അവിടെ വെച്ച് ഓരോ പ്രതിജ്ഞ എടുക്കാൻ. ഒരാൾ പറഞ്ഞു, ഞാൻ ഇനി മുതൽ വിവാഹമേ കഴിക്കില്ല, കാരണം അതെന്റെ ഇബാദത്തിന് തടസ്സമുണ്ടാവും. ഒരാൾ പറഞ്ഞു, ഞാൻ ഇനി എല്ലാ രാത്രികളും നിന്ന് നമസ്കരിക്കും. ഒരാൾ പറഞ്ഞു, ഞാൻ ഇനി എല്ലാ പകലും നോമ്പുകാരനായിരിക്കും. കാരണം അവര് പറഞ്ഞ എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാ? മാസൂമായ പ്രവാചകനാണ്. സ്വർഗത്തിൽ നാളെ ഖബറിൽ നിന്ന് ആദ്യമായി എഴുന്നേറ്റ് വരുന്ന, സ്വർഗീയ കവാടത്തിൽ ആദ്യമായി വന്ന് നിൽക്കുന്ന, സ്വർഗത്തിൽ ആദ്യമായി പ്രവേശിക്കുന്ന, സ്വർഗീയ ആരാമത്തിൽ വലിയൊരു കൊട്ടാരം തന്നെയുള്ള പ്രവാചകൻ അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള പ്രവാചകൻ ഇങ്ങനൊക്കെ അമല് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ എങ്ങനെ ചെയ്യണം? നമ്മുടെ ചിന്തനയായാൽ അതുകൊണ്ട് തന്നെ അവരിങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കുക. അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വന്നപ്പോ ഈ വിവരം അള്ളാഹുവിന്റെ പ്രവാചകൻ അറിഞ്ഞപ്പോ റസൂലുള്ളാഹിന്റെ മുഖമങ്ങ് ചുവന്നു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്, ഇബാദത്ത് ചെയ്യാറുണ്ട്, ഞാൻ നോമ്പെടുക്കാറുണ്ട്, നോമ്പെടുക്കാതിരുന്നിട്ടുണ്ട്, രാത്രി നമസ്കരിക്കാറുണ്ട്, കിടന്നുറങ്ങാറുണ്ട്. ആരെങ്കിലും എന്നിൽ നിന്ന് അതിര് കടന്നു പോയാ അവൻ എന്നിൽ പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പ് നല്ല കാര്യമല്ലേ, നമസ്കാരങ്ങൾ നല്ല കാര്യമല്ലേ, വിവാഹം പോലും കഴിക്കാതെ ഇബാദത്തിൽ അടിഞ്ഞുകൂടുക എന്ന് പറഞ്ഞാ അതും ഒരുപാട് ശ്രേഷ്ഠമുള്ള കാര്യമല്ലേ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഞാൻ നിങ്ങൾക്കൊരു മാതൃക കാണിച്ചു തന്നാ അതിൽ അവര് കിടക്കുന്നവൻ എന്നിൽ പെട്ടവനല്ല. അല്ലേ? നിങ്ങൾ നോക്കി, ഇതേപോലെ മറ്റൊരു ഉദാഹരണം നമുക്ക് സ്വഹീഹ് ബുഖാരിയിൽ കാണാൻ സാധിക്കും. ഇങ്ങനെ ബുഖാരിയിലെ ഹദീസ് നമ്മൾ പരിശോധിക്കുമ്പോൾ നമസ്കാരവും നോമ്പും അതിര് കടന്നൊരു ഉദാഹരണം സ്വഹീഹ് ബുഖാരിയിൽ പറയാൻ. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരനായി നിശ്ചയിച്ചു കൊടുത്തത് സൽമാൻ റളിയല്ലാഹു അൻഹുവിനെയാണ്. സഹോദരനായി നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ മുഹാജിറായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന ആളുകൾക്ക് മദീനയിൽ ഒരാളെ സഹോദരനായി നിശ്ചയിച്ചു കൊടുക്കും. അങ്ങനെ അവർ സഹോദരങ്ങളെ പോലെയാണ് കഴിയുക. അങ്ങനെ അബൂദർദാ റളിയല്ലാഹു അൻഹു സഹോദരനായി നിശ്ചയിച്ചു കൊടുത്തത് സൽമാൻ റളിയല്ലാഹു അൻഹുവിനായിരുന്നു. ഈ സൽമാൻ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ഇതാ അബൂദർദാവിന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ അബൂദർദാവിന്റെ ഭാര്യ ഉമ്മുദർദാ പറയുന്നു സൽമാൻ റളിയല്ലാഹു അൻഹുവിനോട്, നിങ്ങളുടെ സഹോദരനുണ്ടല്ലോ അബൂദർദാ, വെറും ഇബാദത്തിലൂടെ മുഴുകിക്കഴിയുകയാ,
കുടുംബവുമായിട്ട് ഇപ്പൊ യാതൊരു ശ്രദ്ധയും കാണിക്കുന്നില്ല, ഇബാദത്തിലൂടെ കടിഞ്ഞുകൂടുകയാണെന്ന് പറയുമ്പോ അവിടുന്ന് ഇതാ അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ സൽമാൻ റളിയല്ലാഹു അൻഹു കാത്തിരിക്കുകയാണ്. വീട്ടിലേക്ക് കടന്നു വന്ന രംഗത്തിലൂടെ സൽമാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, അബൂദർദാ നീ എന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോ അവിടുന്ന് അവിടുന്ന് അബൂദർദാ പറയുന്നു, ഞാൻ നോമ്പുകാരനാണ്. പക്ഷേ സൽമാൻ പറയുന്നു, അബൂദർദാ ഞാനിതാ നിന്നോട് നിർബന്ധിക്കുകയാണ്, അതിഥിയാണ്, ഞാൻ നിന്നോട് നിർബന്ധിക്കുകയാണ്, നീ എന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നോമ്പ് തുറപ്പിക്കുകയാണ്. എന്നാലും നിന്റെ രാത്രി സമയം ഇങ്ങ് കടന്നു വന്നപ്പോ അവിടുന്ന് അബൂദർദാ റളിയല്ലാഹു അൻഹു നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ അവിടുന്ന് സൽമാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, അബൂദർദാ നിന്റെ റബ്ബിനോട് നിനക്ക് ഹക്കുള്ളതുപോലെ നിന്റെ കുടുംബത്തോടും നിനക്ക് ഹക്കുണ്ട് അബൂദർദാ. അതുകൊണ്ട് നിന്റെ ഭാര്യയോടുകൂടെ നീ കിടന്നുറങ്ങണമെന്ന് പറയുകയാണോ? അങ്ങനെ അദ്ദേഹത്തെ തടയുകയാണ്, ഭാര്യയോടുകൂടെ ഉറങ്ങാൻ വിടുകയാണോ? രാത്രിയുടെ അവസാന സമയം ഇങ്ങ് കടന്നു വന്നപ്പോ അവിടുന്ന് അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ നമസ്കരിക്കാനുള്ള അനുവാദം കൊടുക്കുകയാണ്. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, അന്നിന്റെ സുബഹിന്റെ സമയം ഇതാ സമാഗതമാകേണ്ട താമസം ഇതാ. അവിടുന്ന് സൽമാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് അബൂദർദാ റളിയല്ലാഹു അൻഹു നേരെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കലേക്ക് ഓടിയിട്ട് അവിടുന്ന് പ്രവാചകനോട് പറയുന്നു, നബിയേ, എത്രയോ നാളുകളായി ഒരു പകല് പോലും മുടങ്ങാതെ ഞാൻ എടുത്തിരുന്ന എന്റെ സുന്നത്ത് നോമ്പ് ഇന്നലെ എന്റെ സൽമാൻ മുടക്കി നബിയേ. ഒരുപാട് രാത്രികളായി ഒരു ദിവസം പോലും മുടങ്ങാതെ എന്റെ റബ്ബിന്റെ മുന്നിൽ ഞാൻ നമസ്കരിച്ചിരുന്നതാണ്. പക്ഷെ ഇന്നലെ ഇതാ എന്റെ സൽമാൻ അതും മുടക്കി നബിയേ. ആ രാത്രിയുടെ അവസാനം മാത്രമാണ് എനിക്ക് നമസ്കരിക്കാനുള്ള അനുവാദം തന്നതോ എന്നവിടുന്ന് അബൂദർദാ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശദീകരിക്കുമ്പോ ആ വാദങ്ങൾ വ്യക്തമായി കേട്ട പ്രവാചകനുണ്ടല്ലോ, അവിടുന്ന് ഇതാ മറുപടി കൊടുക്കുകയാണ്, സദഖ സൽമാൻ, സദഖ സൽമാൻ. അബൂദർദായ സൽമാനാണ് ഹക്ക് പറഞ്ഞിരിക്കുന്നത്, സൽമാനാണ് സത്യം പ്രവർത്തിച്ചത് എന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, പകല് നോമ്പ് നോക്കല് നല്ല കാര്യമാണ്, രാത്രിയിലുള്ള നമസ്കാരങ്ങൾ നല്ല കാര്യമാണ്. പക്ഷേ തുടർച്ചയായി എല്ലാ പകലുകളും നോമ്പ് നോക്കാൻ ഒരു വിശ്വാസിക്ക് പാടുള്ളതല്ല. ഒരു കുടുംബ ജീവിതം നയിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ രാത്രി മുഴുവനായി നിന്ന് നമസ്കരിക്കലും അവന് പാടുള്ളതല്ല. റസൂലുള്ള പഠിപ്പിച്ച അതിര് നിങ്ങൾ കടക്കല്ലേ. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്ന മര്യാദയാണ്. നോക്ക നിങ്ങൾ, അതുകൊണ്ട് നല്ലതല്ലേ എന്ന് കരുതിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റൂല. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഇപ്പൊ നല്ലതല്ലേ എന്ന് കരുതി ചെയ്യുമ്പോൾ നിങ്ങൾ നോക്ക്, ഇപ്പൊ നിസ്കാരം ഒരാൾ പറയും ഞാൻ ഇനി മുതൽ ദുഹർ 5 റക്അത്ത് നമസ്കരിക്കും. അപ്പൊ നമ്മൾ പറയാ സഹോദര അത് ചെയ്യാൻ പാടില്ല. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹർ നമസ്കാരം നമുക്ക് പഠിപ്പിച്ചു തന്ന എത്രയാ? 4 റക്അത്താണ്. അതുകൊണ്ട് നീ 5 റക്അത്ത് നമസ്കരിക്കാൻ പറ്റൂല എന്നാ പറയുമ്പോ അവൻ തിരിച്ചിങ്ങോട്ട് പറയാ ഞാൻ ഫാത്തിഹ ഓതിയതാ തെറ്റ്, 2 സുജൂദ് ചെയ്തതാണോ തെറ്റ്, സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞതാണോ, അതൊക്കെ നല്ല കാര്യമല്ലേ എന്നൊരാൾ പറഞ്ഞാൽ അതിനുള്ള മറുപടി എന്താ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിനുള്ള തെറ്റ്. കാരണം റസൂൽ പഠിപ്പിക്കാത്ത എത്ര നല്ലതല്ലേ എന്ന് കരുതി ചെയ്താലും അത് ശരിയാവില്ല എന്നുള്ളതാണ് അല്ലേ. ഒരാൾ മറ്റൊരാളുടെ പറമ്പിൽ കയറിയിട്ട് പിന്നെ തേങ്ങ മോഷ്ടിക്കുമ്പോൾ അയാളോട് പറയാം നീ ചെയ്ത് തെറ്റാ പറയുമ്പോൾ അവൻ ചോദിക്കും ഞാൻ തെങ്ങുമ്മ കയറിയതാണോ തെറ്റ്, അതുമ്മ കൈ വെച്ചതാണോ തെറ്റ്, തേങ്ങ പിരിച്ചതാണോ തെറ്റ്? തെറ്റെന്താ? അത് മറ്റൊരാളുടെ പറമ്പിലായി എന്നുള്ളത് തെറ്റ് അല്ലേ. അല്ലാണ്ട് തെങ്ങ് കയറിയത് തെറ്റല്ല, തേങ്ങ പിരിച്ചത് തെറ്റല്ല, താഴത്തെ തെറ്റല്ല, സ്വന്തം അധീനതയിലാവണം അല്ലേ. ഇവിടെ നല്ല കാര്യമില്ലേ എന്നൊക്കെ പറഞ്ഞ് ചെയ്താലും റസൂലുള്ള പഠിപ്പിച്ചതിനപ്പുറം കടന്നാൽ അത് ബിദ്അത്താണ്, അത് ചെയ്യാൻ പറ്റൂല, പുത്തൻ ആചാരത്തിൽ അത് പെടുമെന്നുള്ളതാണ്. ഇനി നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൽ നിന്ന് ഒരു വാക്ക് പോലും നമുക്ക് മാറ്റാനുള്ള അധികാരമുണ്ടോ? ഒരു വാക്ക് മാറ്റാനുള്ള അധികാരമുണ്ടോ? ഇല്ലല്ലോ പ്രിയമുള്ളവരെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഇതാ സ്വഹാബത്തിന് ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുമ്പോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് വബിനബിയിക്കല്ലദീ അർസൽത, നീ അയച്ചതായ നിന്റെ പ്രവാചകൻ എന്ന് ചൊല്ലിക്കൊടുക്കുമ്പോ ഒരു സ്വഹാബിയോടത് ചൊല്ലാൻ വേണ്ടി പറഞ്ഞപ്പോ ആ സ്വഹാബി ചൊല്ലിക്കൊടുക്കുന്നു വബിറസൂലിക്കല്ലദീ അർസൽത, നീ അയച്ചതായ നിന്റെ ദൂതൻ എന്ന് ചൊല്ലിക്കൊടുക്കുകയാണ്. അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിക്കൊടുത്ത എന്താ? വബിനബിയിക്കല്ലദീ അർസൽത. ആ സ്വഹാബി തിരിച്ചു ചൊല്ലിക്കൊടുത്തതോ വബിറസൂലിക്കല്ലദീ അർസൽത. എന്തെങ്കിലും തെറ്റ് നമുക്ക് പറയാൻ പറ്റുമോ? കാരണം നബീനെക്കാളും ദറജ കൂടുതൽ റസൂലിനല്ലേ? കാരണം എല്ലാ നബിമാരും റസൂലല്ലല്ലോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണ്, റസൂലാണ്, ഉലുൽ അസ്മിന്റെ പ്രവാചകനാണ്. അപ്പൊ റസൂലുള്ളാഹിക്ക് ഒരു സ്ഥാനം ഒന്നുകൂടെ കയറ്റി വബിറസൂലിക്കല്ലദീ എന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി, അതല്ല നീ പറയേണ്ടത് വബിനബിയിക്കല്ലദീ അർസൽത. എന്തേ? മുഹമ്മദ് നബി റസൂലല്ലേ? റസൂലാണ്. പക്ഷെ അള്ളാന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ ഒരു വാക്ക് പഠിപ്പിച്ചാൽ അതിനെ മാറ്റാൻ നമുക്ക് അധികാരമില്ല. കാരണം മതത്തിന്റെ വിഷയത്തിൽ ഒരു സൂചിപ്പൊട്ട് കാര്യം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ അഭിപ്രായം ഇന്നതാണ് എന്ന് പറഞ്ഞിട്ടൊന്നും പഠിപ്പിച്ചിട്ടില്ല. എല്ലാം പ്രവാചകൻ പഠിപ്പിച്ച അള്ളാന്റെ വഹീന്റെ അടിസ്ഥാനത്തിലാ. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീയുഹാ. ആ പ്രവാചകനുണ്ടല്ലോ, മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, സ്വന്തം അഭീഷ്ടപ്രകാരം ഒന്നും പറയാത്ത പ്രവാചകനാണ്. ഇൻ ഹുവ ഇല്ലാ വഹീയുഹാ. അല്ലാഹുവിൽ നിന്നുള്ള വഹിയല്ലാതെ, അള്ളാന്റെ വഹിയല്ലാതെ പ്രവാചകൻ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും മതത്തിന്റെ പേരിൽ പറഞ്ഞിട്ടില്ല. എല്ലാം അള്ളാഹുവിന്റെ വഹിയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നിന്ന് ഒരു വാക്ക് പോലും മാറ്റാനുള്ള അധികാരം നമുക്കില്ല. ഒരു വാക്ക് പോലും മാറ്റാനുള്ള അധികാരമില്ല. റസൂലുള്ള പറഞ്ഞതിൽ നിന്ന് അതിരുകടക്കാനും പറ്റുള്ളതല്ല. വിശുദ്ധ ഖുർആനിൽ 33-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വചനത്തിൽ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു വിശ്വാസിക്കോ വിശ്വാസിനിക്കോ പാടുള്ളതല്ല, ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ, അല്ലാഹുവോ അവന്റെ റസൂലോ മതത്തിൽ ഒരു കാര്യം തീരുമാനിച്ചു കഴിയുമ്പോ അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, തങ്ങളുടേതായ കാര്യത്തിലൂടെ സ്വാതന്ത്ര്യം പ്രവർത്തിക്കാനുള്ള അധികാരമില്ല. ആരെങ്കിലും അല്ലാഹുവിനോടും അവന്റെ പ്രവാചകനോടും എതിര് പ്രവർത്തിക്കുന്നുവെങ്കിലോ ഫഖദ് വല്ല ലലാലം മുബീനാ, അവൻ വ്യക്തമായ വഴികേടിൽ തന്നെയാ. അല്ലാഹുവോ റസൂലോ മതത്തിൽ ഒരു കാര്യം തീരുമാനിച്ചാൽ അതിനപ്പുറത്ത് സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാനുള്ള അധികാരം ഒരു വിശ്വാസിക്കോ വിശ്വാസിനിക്കോ ഇല്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്സാബ് 36-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല രേഖപ്പെടുത്തി വെക്കാൻ. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടപ്രകാരം മതത്തിൽ അമലുകളെ ചെയ്യാനോ അതിനൊന്നും നമുക്ക് അധികാരമില്ല എന്നുള്ളതാണ്. മാത്രമല്ല ബിദ്അത്തുകളോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച ഗൗരവം നോക്ക്. എത്ര വലിയ ഗൗരവ പ്രവാചകൻ കാണിച്ചിട്ടുള്ളത്. അവിടുന്ന് പ്രവാചകന്റെ സഹാബത്ത് പറയാ, അള്ളാന്റെ പ്രവാചകന്റെ പ്രഭാഷണങ്ങളുടെ ആമുഖങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ അള്ളാന്റെ പ്രവാചകന്റെ കണ്ണുകൾ ഇങ്ങനെ ചുവന്നു പോകുകയാ. വസ്തദ്ദ അലബുഹു, അള്ളാന്റെ റസൂലിന്റെ കോപം അധികരിക്കുന്ന പോലെ പ്രവാചകന്റെ കണ്ണുകൾ ചുവന്നു പോകുന്ന രീതികളിലൂടെ വഅലാ സൗതഹു, അള്ളാന്റെ റസൂലിന്റെ ശബ്ദമായിരുന്നു ഏതുപോലെ എന്നറിയോ? കഅന്നമാ മുൻദിറു ജയ്ഷോ, ഒരു സൈന്യത്തോട് തന്നെ സൈന്യാധിപൻ താക്കീത് കൊടുക്കുന്ന പോലെ പ്രവാചകന്റെ ശബ്ദമുയരുമാറ് റസൂലുള്ള പറയാറുള്ള വാചകമാണ് ഇയ്യാകും അൽ മുഹ്ദസാത്തിൽ ഉമൂർ, പുതുതായി മതത്തിൽ കടന്നു വരുന്ന കാര്യങ്ങള് ഒന്ന് ജാഗ്രതയോടുകൂടെ തന്നെ നിങ്ങൾ കാണണേ. പുതുതായി കടന്നു വരുന്ന കാര്യങ്ങളെ വളരെ ഗൗരവത്തിൽ തന്നെ നിങ്ങൾ കാണണമെന്നാണ്. കാരണം റസൂലുള്ള പറയുന്നു കുല്ലു ബിദ്അത്തിൻ വലാല, പുതുതായി മതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ കാര്യവും അത് നിങ്ങൾക്ക് വഴിപിഴച്ചതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ അതിനുള്ള ഗൗരവം നിങ്ങൾ നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുവന്നു തുടിക്കും. ഏത് പ്രവാചകനാ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇത്ര ഗൗരവം വരാനുള്ള കാരണം എന്താ?
അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാ? എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ള നടന്നു പോകുമ്പോ ഒരാള് പിന്നിൽ നിന്ന് പ്രവാചകന്റെ ഷോൾഡറിലുള്ള തട്ടമിങ്ങ് പിടിച്ചു വലിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞില്ല, മുഹമ്മദേ, നിന്റെ കയ്യിലുള്ളത് എന്തെങ്കിലും എനിക്ക് തരണമെന്ന് പറയുമ്പോ ആ പിടിച്ച വലിയുടെ കാഠിന്യം കൊണ്ട് പ്രവാചകന്റെ ഷോൾഡറിലുള്ള തട്ടത്തിന്റെ കറയുടെ അടയാളമുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചുമലിൽ അടയാളം വീണ് പോവുകയാണ്. എന്നിട്ടും പുഞ്ചിരിയോടുകൂടെ തിരിഞ്ഞ പ്രവാചകനാ, കോപിഷ്ഠനാകാത്ത പ്രവാചകനാണോ ഈ വിഷയത്തിൽ ദേഷ്യപ്പെടുന്നത് എന്ന് പറഞ്ഞ മുസ്ലിംകളുടെ ആരാധനാലയമായ പള്ളിയുണ്ടല്ലോ, അതിൽ വന്ന് മൂത്രമൊടിച്ച അറാബിക്ക് പോലും മാപ്പ് കൊടുത്ത പ്രവാചകനല്ലയോ ഈ വിഷയത്തിൽ ദേഷ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എത്ര താഴ്മയുടെ പര്യായ, എത്ര താഴ്മയാ പ്രവാചകനെ. നോക്ക്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് സഹാബത്തിന്റെ ഇടയിലേക്ക് കടന്നു വന്നപ്പോ എഴുന്നേറ്റ് നിന്ന് സഹാബത്തിനോട് മുത്തുനബി പറഞ്ഞു, വേണ്ട, എന്നെ കാണുമ്പോ നിങ്ങൾ എഴുന്നേൽക്കണ്ട. അത്രമാത്രം താഴ്മയുടെ പര്യായമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വെറുതെ കോപിക്കുമോ എന്റെ പ്രിയമുള്ളവരോ? വെറുതെ റസൂലുള്ളാഹിന്റെ കണ്ണ് ചുവന്നു പോവോ? ഈ വിഷയത്തോടുള്ള പ്രവാചകന്റെ ഗൗരവമാണ്. അള്ളാന്റെ റസൂൽ അത്രയും ഗൗരവത്തോടുകൂടെ പറയാം, പുതുതായി മതത്തിലേക്ക് കടന്നവരും നിങ്ങൾ സൂക്ഷിക്കണം. മാത്രല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നമ്മളോട് നൽകിയില്ലേ? പ്രവാചകൻ മുന്നറിയിപ്പ് നൽകുക. സ്വഹീഹ് മുസ്ലിമിൽ കാണാം നമുക്ക് ഹദീസ്, യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദാബൂൻ, കാലഘട്ടത്തിന്റെ അവസാനത്തിലുണ്ടാകും ദജ്ജാലൂന കദാബൂന, കള്ളം പറയുന്ന ദജ്ജാലുകൾ കടന്നു വരും. യഅ്തൂനകും മിനൽ ഹദീസ്, ഒരുപാട് സംസാരങ്ങളുമായി അവർ കടന്നു വരുമ്പോ ബിമാലം തസ്മഊ അൻതും വലാ ആബാഉകും, നിങ്ങളോ നിങ്ങളുടെ പിതാക്കളോ കേട്ടിട്ടില്ലാത്ത ഒരുപാട് സംസാരങ്ങളുമായി അവർ കടന്നു വരുമ്പോ ഫയ്യാക്കും അവരെ നിങ്ങൾ സൂക്ഷിച്ചോ. ലാ യുളില്ലൂനകും വലാ യുഫ്തിനൂനകും, അവർ നിങ്ങളെ നാശത്തിൽ അകപ്പെടുത്താതിരിക്കട്ടെ, അവർ നിങ്ങളെ വഴികേടിലാക്കാതിരിക്കട്ടെ എന്ന മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ പ്രവാചകനാണ് പറഞ്ഞു വരുന്നത്. കാലഘട്ടത്തിന്റെ അവസാനം വരുമ്പോ ഒരുപാട് ദജ്ജാൽ കടന്നു വരുമെന്ന് പ്രവാചകൻ പറയുന്നു. ഇവിടെ ദജ്ജാൽ എന്ന് പറഞ്ഞത് ഖിയാമത്ത് നാളിന്റെ അലാമത്തായി പറഞ്ഞ ഒറ്റക്കണ്ണനായ ദജ്ജാലല്ല, ഇന്നത്തെ ജൂതന്മാരുടെ ജൂതായുസത്തിന്റെ തലസ്ഥാന നഗരിയായ ഇസ്രായേലിൽ വെച്ചുകൊണ്ട് ഈസാ അലൈഹിസ്സലാമ കൊല്ലുമെന്ന് പറഞ്ഞ ആ ദജ്ജാലുമല്ല, മറിച്ചിത ഒരു വിഭാഗത്തോടുള്ള പ്രവാചകന്റെ വിദ്വേഷമാണ്. കാലഘട്ടത്തിന്റെ അവസാനത്തിലൂടെ കടന്നു വരുന്ന ദജ്ജാലുകളോ അവര് കള്ളം പറയുന്ന ദജ്ജാലുകളാണ്. അവരാരാണെന്നറിയോ? റസൂലുള്ള സഹാബാക്കളോട് പറയുകയാണ്, നിങ്ങൾക്ക് പരിചയമില്ലാത്ത, നിങ്ങളുടെ പൂർവികർക്ക് പരിചയമില്ലാത്ത ഒരുപാട് സംസാരങ്ങളുമായി അവർ കടന്നു വരുമ്പോ അവരെ നിങ്ങൾ സൂക്ഷിച്ചോ. അവർ നിങ്ങളെ വഴികേടിലാക്കാതിരിക്കട്ടെ, അവർ നിങ്ങളെ നാശത്തിലകപ്പെടുത്താതിരിക്കട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് മുന്നറിയിപ്പ് നൽകാം. അതുകൊണ്ട് ബിദ്അത്തുകാരെ സൂക്ഷിക്കാൻ, അതിനോടുള്ള പ്രവാചകന്റെ ദേഷ്യം പോയിരുന്നൊക്കെ റസൂൽ ഉപയോഗിച്ച പദന്ത ദജ്ജാലൂന കദ്ദാബൂൻ, കള്ളം പറയുന്ന ദജ്ജാലുകളാണ് അവരെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്റെ ഗൗരവം എടുത്തു കാണിക്കുമ്പോൾ ബിദ്അത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കാം. മാത്രമല്ല, ഒരാളിൽ നിന്നൊരു ബിദ്അത്ത് സംഭവിച്ചു പോയാൽ, അവന്റെ വിധി എന്താണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ബിദ്അത്തുകാരനുള്ള ശിക്ഷകളെ കുറിച്ച് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം